إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الإخوان والأخوات أوصيكم عباد الله وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا بني آدم قد أنزلنا عليكم لباسا يواري سوآتكم وريشا ولباس التقوى ذلك خير ذلك من آيات الله لعلكم يذكرون. ആദരണീയരായ മുസ്ലിം സഹോദരന്മാരെ, സഹോദരിമാരെ, സർവശക്തനായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ആമുഖമായി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ്. അള്ളാഹു മനുഷ്യ വംശത്തെ സൃഷ്ടിച്ചിരിക്കുന്നത് വളരെ ഉയർന്ന വ്യക്തിത്വത്തോടും വലിയ ആദരവുള്ള സ്വഭാവത്തോടും കൂടിയാണ്. വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിനെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു പറയുന്നൊരു വാക്ക് വലഖദ് കറംന ബനി ആദം, മനുഷ്യൻ്റെ മക്കളെ നാം ആദരിച്ചിരിക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഒരുപാട് തലങ്ങളിൽ ആദരിച്ചിട്ടുണ്ട്. ഈ ആദരവും മാന്യതയും ഒക്കെ അള്ളാഹു നമ്മൾക്ക് നൽകിയതാണ്. ആ സ്വഭാവങ്ങൾ നിലനിർത്തി കൊണ്ടുപോകാൻ നമ്മൾ ബാധ്യസ്ഥരുമാണ്. മനുഷ്യന് നൽകിയ മാന്യതയുടെ ഒരു ഭാഗമാണ് അവന് വസ്ത്രം ധരിച്ചുകൊണ്ട് മാന്യമായി ജീവിക്കണമെന്നത്. ഖുർആൻ ആ കാര്യം പറയുന്നുണ്ട്. വസ്ത്രം ധരിച്ച് മാന്യമായി ജീവിക്കേണ്ടവനാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ ഏറ്റവും ആദ്യത്തെ അവസ്ഥ, ആദം നബി അലൈഹി ഇസ്ലാമിയുടെയും ഹവ്വാൻ്റെയും അവസ്ഥ, നഗ്നതയെ സംബന്ധിച്ച് ബോധമില്ലാത്ത ഒരവസ്ഥയിൽ സൃഷ്ടിക്കപ്പെട്ടു. രണ്ടുപേർക്കും അള്ളാഹു നൽകിയ ഒരു നിർദ്ദേശം, എല്ലാം അനുവദിച്ചു സ്വർഗത്തിൽ. ഒരു വിലക്കുണ്ടായിരുന്നത് ഫലാ തഖ്റബാ ഹാദിഹി ഷജറ, നിങ്ങൾ ആ മരത്തിൽ നിന്ന് കായ പറിച്ചു തിന്നരുത്. മനുഷ്യനായതുകൊണ്ട് അവിവേകം കാണിച്ചു, ആ കായ തിന്നു. അതിൻ്റെ ഫലമായിട്ടുണ്ടായ ഒരു കാര്യം ഖുർആൻ പറയുന്നത്, അവർക്ക് അവരുടെ നഗ്നതയെ സംബന്ധിച്ച് ബോധമുണ്ടായി എന്നാണ്. ഫതഫിഖാ അലൈഹിമാ മിൻ വറഖിൽ ജന്ന യഖ്സിഫാനി മിൻ വറഖിൽ ജന്ന. ആ നഗ്നതയെ സംബന്ധിച്ച ബോധം വന്നതോടുകൂടി
സ്വർഗത്തിലെ ഇലകൾ പറിച്ച്, ആ തോട്ടത്തിലെ ഇലകൾ പറിച്ച് അവർ രണ്ടുപേരും, ആദമും ഹവ്വയും, നഗ്നത മറച്ചു എന്ന് ഖുർആൻ പറയുന്നുണ്ട്. ഏറ്റവും ആദ്യത്തെ മനുഷ്യൻ അവരുടെ ജീവിതത്തിൽ തുടങ്ങുന്ന സംഗതിയായിട്ട് വിശുദ്ധ ഖുർആൻ നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ഈ ഒരു കാര്യം മനുഷ്യൻ വസ്ത്രം ധരിച്ച്, ആണും പെണ്ണുമൊക്കെ നഗ്നത മറച്ച് അന്തസ്സായിട്ട് മാന്യമായിട്ട് ഭൂമിയിൽ നടക്കേണ്ടവരാണ് എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്ന ഒരു കാര്യം. പക്ഷേ ഈ സംഭവിക്കുന്നത്, കാലാന്തരങ്ങളിൽ സംഭവിച്ചിട്ടുള്ളത്, ഈ നഗ്നത പ്രകടിപ്പിക്കുക, പ്രത്യേകിച്ച് സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് അത് പ്രദർശന വസ്തുവാക്കി മാറ്റുക, അതൊരവകാശമാണ് എന്ന നിലക്ക് സ്ഥാപിച്ചെടുക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ പുരോഗമനത്തിൻ്റെ ഭാഗമാണ് എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമ്മുടെ മീഡിയകളിലൊക്കെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊക്കെ അത് ശ്രദ്ധിക്കുന്നുണ്ടാവുമല്ലോ. എന്താണ് സത്യത്തിൽ ഈ വസ്ത്രത്തിൻ്റെ മഹത്വവും പ്രസക്തിയും ഒക്കെ? ഖുർആൻ വളരെ പ്രാധാന്യപൂർവ്വം പറയുന്നൊരു കാര്യമാണത്. നമുക്ക് ഇവിടെയുള്ള ജന്തുക്കൾ അവർക്ക് ജനിക്കുമ്പോഴേ അവർക്ക് ആവശ്യമുള്ള വസ്ത്രവുമായിട്ട് ജനിക്കുന്നു, അങ്ങനെയാണ് പറയേണ്ടത്. ഹിമപ്രദേശങ്ങളിൽ, മഞ്ഞുപ്രദേശങ്ങളിൽ ജനിക്കുന്ന ഹിമക്കരടി അടക്കമുള്ള മൃഗങ്ങളൊക്കെ രോമക്കുപ്പായം അണിഞ്ഞുകൊണ്ടാണ് അവർ ജനിക്കുന്നതിന്. അവർക്ക് രോമക്കുപ്പായം പിന്നെ തുന്നിയെടുക്കേണ്ടതില്ല. അവിടെ മനുഷ്യർ ജനിക്കുന്നത് രോമക്കുപ്പായത്തോടു കൂടിയല്ല. അവർക്ക് കുപ്പായം തുന്നി ഉണ്ടാക്കണം, തയ്ച്ചെടുക്കണം, പുതുവസ്ത്രം വേറെ വാങ്ങണം, വസ്ത്രം ധരിക്കണം, നഗ്നത മറക്കണം. മൃഗങ്ങളെപ്പോലെ മനുഷ്യനൊരിക്കലും പൂർണ്ണ നഗ്നനായി നടക്കാൻ കഴിയില്ല, കഴിയാൻ പാടില്ല എന്നതാണ് അതിൻ്റെ ആശയം. ആ രീതിയിലാണ് മനുഷ്യൻ സൗകര്യത്തിനനുസരിച്ച്, കാലാവസ്ഥയുടെ സ്വഭാവം അനുസരിച്ചൊക്കെ ആണും പെണ്ണുമൊക്കെ വസ്ത്രം ധരിക്കുന്നു. അത് ഏറ്റവും ഉയർന്നൊരു സംസ്കാരമായിട്ട് ഇസ്ലാം പരിചയപ്പെടുത്തുന്നു. ഖുർആൻ്റെ ഒരു വാക്ക് നോക്കുക, യാ ബനിയാദം, ആദമിൻ്റെ മക്കളെ അഥവാ മനുഷ്യ സമൂഹമേ, ഖദ് അൻസൽനാ അലൈക്കും ലിബാസൻ, നിങ്ങൾക്ക് നാം വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു എന്നാണ്. അഥവാ വസ്ത്രം ധരിക്കാനുള്ള സൗകര്യം ഓരോ പ്രദേശത്തുള്ളവർക്കും അവരുടെ കാലാവസ്ഥ സൗകര്യമനുസരിച്ച് ധരിക്കാനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. അതിൻ്റെ ഉദ്ദേശം പറയുന്നത് യുവാരി സൗആതിക്കും, നിങ്ങളുടെ നഗ്നത മറക്കാൻ വേണ്ടി. നഗ്നത എന്ന ബോധം മനുഷ്യനേ ഉള്ളൂ. ഈ കന്നുകാലികൾക്കൊന്നും നഗ്നബോധമില്ല. അവരാരും വസ്ത്രം വേണമെന്ന് വാശി പിടിക്കുകയോ ചോദിക്കുകയോ ധരിക്കാറോ ഇല്ല. അവർക്കങ്ങനെ ബോധമേ ഇല്ല. ജനിക്കുമ്പോഴേ നഗ്നരായി ജനിക്കുന്നു, നഗ്നരായി ജീവിക്കുന്നു, മരിക്കുന്നു. എന്നല്ല വസ്ത്രം ധരിക്കണമെന്നൊരു ചിന്ത എത്ര കാലം കഴിഞ്ഞാലും അവർക്ക് ഉണ്ടാകുന്നില്ല. അത് അവരുടെ പ്രകൃതി അങ്ങനെയാണ്. പക്ഷെ മനുഷ്യനങ്ങനെയല്ല. മനുഷ്യനങ്ങനെയല്ല. ഒരു ചെറിയ ശിശു പോലും ജനിച്ചിങ്ങനെ പ്രായം കൂടും തോറും അവരുടെ സ്വകാര്യതയെ സംബന്ധിച്ച ബോധം അവർക്ക് ജന്മന ഉണ്ടാകുന്നു. നോക്കൂ, നിങ്ങൾ കുട്ടികളെ പരിശോധിച്ച് നോക്കൂ. സ്വകാര്യതയെ സംബന്ധിച്ച ബോധം പഠിപ്പിക്കാതെ തന്നെ ജന്മന അവർക്കുണ്ടായി വരുന്നു. ഒരു പ്രത്യേക സ്റ്റേജിലെത്തുമ്പോൾ ആ ഭാഗങ്ങളൊക്കെ വൃത്തിയായി മറക്കണമെന്നും അന്യർ തൊട്ടുകൂടാ, കണ്ടുകൂടാ, പ്രദർശിപ്പിച്ചുകൂടാ എന്ന ബോധമൊക്കെ ജന്മന അവർക്കുണ്ടായി വരുന്നു. മക്കൾക്ക്, മനുഷ്യർക്ക് അങ്ങനെയാണ്. മൃഗങ്ങൾക്ക് അതുണ്ടാകുന്നില്ല. അതുകൊണ്ട് തന്നെ മനുഷ്യൻ നഗ്നത മറക്കുക എന്ന സ്വഭാവം ഉണ്ടാകുന്നു. ഖുർആൻ പറഞ്ഞു യുവാരീസോ ആത്തിക്കും. ഒരീശൻ, രണ്ടാമത് പറയുന്നത് അലങ്കാരമായിട്ടും വസ്ത്രം ഇറക്കി തന്നിരിക്കുന്നു എന്നാണ്. രീഷ് എന്ന വാക്കിനർത്ഥം തൂവൽ എന്നാണ്, പക്ഷികളുടെ തൂവലിനാണ്. അതൊരു അലങ്കാര വസ്തുവാണ്, സൗന്ദര്യമാണ്. ഒരു സൗന്ദര്യമായിട്ടും നിങ്ങൾക്ക് വസ്ത്രം നൽകിയിരിക്കുന്നു. വസ്ത്രം ധരിക്കുന്നത് സൗന്ദര്യമാണ്. എല്ലാവരും അത് തൻ്റെ മനസ്സിനിണങ്ങിയ രൂപത്തിൽ, ശരീരത്തിന് ഇണങ്ങിയ രൂപത്തിൽ വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് അതൊരു അലങ്കാരവും ഭംഗിയുമാണ് എന്ന നിലക്കാണ്. അത് ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്.
ആ രീതിയിൽ അത് പറയുന്നു. എന്നാൽ വലിബാസു തഖ്വ ദാലിക ഖൈറുൻ, എന്നാൽ നിങ്ങൾ അണിയുന്ന വസ്ത്രത്തിൽ ഏറ്റവും നല്ല വസ്ത്രം ഈ പുറമോടിയായി നടക്കുന്ന വസ്ത്രത്തെക്കാൾ പ്രാധാന്യം അകത്തണിയുന്ന വസ്ത്രമാണ് എന്നാണ്. തഖ്വയുടെ വസ്ത്രം മനസ്സിലാണ് നഗ്നതാബോധവും നഗ്നത മറയണമെന്ന ബോധവും ഉണ്ടാകേണ്ടത്. മനസ്സിൽ ആ നഗ്നത മറക്കണമെന്ന ബോധമാണ് ആദ്യം ഉണ്ടാകേണ്ടത്. രണ്ടാമത്തെ ഭാഗമാണ് ശരീരം മറക്കുന്നത്. നഗ്നത മറക്കണമെന്ന ബോധം മനസ്സിലില്ലാതെ ശരീരം മറക്കുന്നതിന് പ്രത്യേക അർത്ഥമൊന്നുമില്ല, മറിച്ചുമില്ല. രണ്ടും ഒന്നിച്ചു വേണം. പക്ഷേ മനസ്സിലാദ്യം ഈ നഗ്നത മറക്കണമെന്ന, അത് മറക്കേണ്ട ഒന്നാണ് എന്ന ബോധം ഉണ്ടാകണം. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ അടയാളങ്ങളിൽപ്പെട്ടതാണ്. ഇതിനെക്കുറിച്ചൊക്കെ അവർ ബോധവാന്മാരായേക്കാം, യദ്ദക്കറൂൻ, അവർ ബോധവാന്മാരായേക്കാം എന്ന് ഖുർആൻ പറഞ്ഞു തരുന്നു. ഇപ്പം നിങ്ങൾ നോക്കൂ, നമ്മുടെ ഏറ്റവും പരിഷ്കൃതമായ സമൂഹം, നമ്മുടെ യുവാക്കൾ, യുവതികൾ, ഇവരൊക്കെ വസ്ത്രത്തിൽ താന്തോന്നിത്തം കാണിക്കുന്നു. അങ്ങനെയാണ് അത് പറയേണ്ടത്. താന്തോന്നിത്തം, ഇഷ്ടമുള്ള കോലവും വേഷവും ഒക്കെ കെട്ടുന്നു അവർ. അത് ഭാഗികമായി മറക്കുന്നവരുണ്ട്, തീരെ അപര്യാപ്തമായ രീതിയിൽ മറക്കുന്നവരുണ്ട്. അല്ല, പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചൊക്കെ ശരീരഭാഗങ്ങൾ പരമാവധി പ്രൊജക്റ്റ് ചെയ്യാവുന്ന രൂപത്തിൽ, പ്രദർശിപ്പിക്കാവുന്ന രൂപത്തിൽ വസ്ത്രമണിയുന്നവരുണ്ട്. അവർ പറയുന്ന ഒരു ന്യായം, ഇത് വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്. അവർ പറയുന്ന വാക്ക്, നമ്മുടെ കുട്ടികളൊക്കെ, ടീനേജിലുള്ള കുട്ടികൾ പറയുന്നത് മൈ ബോഡി മൈ ചോയ്സ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, അത് ആർക്കും ഇടപെടാൻ പാടില്ല എന്നാണ്. നോക്കൂ, ധിക്കാരത്തിൻ്റെ വാക്കാണത്. എൻ്റെ ശരീരം എൻ്റെ അവകാശമല്ല. അല്ല, നമ്മളുടെ ശരീരം നമ്മൾ സൃഷ്ടിച്ചതല്ല, നമ്മുടെ മാതാപിതാക്കൾ സൃഷ്ടിച്ചതല്ല, യാദൃശ്ചികമായി സംഭവിച്ചതുമല്ല ശരീരം. ഞാൻ എന്ന് പറയുന്ന ഈ വ്യക്തി ഓരോരുത്തരും സൃഷ്ടാവായ അള്ളാഹുവിൻ്റെ സൃഷ്ടികളാണ്. ഖുർആൻ ഉപയോഗിച്ച വാക്ക് അബ്ദ് എന്നാണ്, അടിമ. അള്ളാഹുവിൻ്റെ അടിമയാണ്. സത്യമായിട്ട് നമ്മൾ അള്ളാഹുവിൻ്റെ അടിമയാണ്. നമ്മൾക്ക് അതിൻ്റെ മേലെ പോകാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂലിനുള്ള പദവി നോക്കൂ നിങ്ങൾ, അബ്ദുഹു വ റസൂലുഹു. അബ്ദുഹു വ റസൂലുഹു, അള്ളാഹുവിൻ്റെ അടിമയാണ് മുഹമ്മദ് വ റസൂലു. പിന്നെ ഒരു വ്യത്യാസം അദ്ദേഹത്തിനുള്ളത്, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്ന് വഹ്യ് കിട്ടുന്നു എന്ന പദവി. അത് മറ്റാർക്കുമില്ല. ആ ഒരു വ്യത്യാസമല്ലാതെ ബാക്കി അടിമകളാണ് എല്ലാ ആളുകളും. എത്ര നിഷേധിച്ചാലും അങ്ങനെയാണ്, അള്ളാഹുവിൻ്റെ അടിമകളാണ്. അവൻ്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കാതെ, അവൻ്റെ കാരുണ്യത്തിന് വിധേയനായിക്കൊണ്ടല്ലാതെ ഒരു നിമിഷം പോലും ഒരു മനുഷ്യനും ഈ ഭൂമിയിൽ ജീവിക്കാൻ കഴിയില്ല. അത്രയധികം ബന്ധിതനാണ് മനുഷ്യൻ. ആ മനുഷ്യൻ പറയുന്നത് എൻ്റെ ശരീരം എൻ്റെ തന്നിഷ്ടമാണ് എന്നാണ്. അല്ല, ഒരു കാര്യത്തിലുമല്ല. നിയമങ്ങൾ വരുന്നു, വസ്ത്രത്തിൻ്റെ കാര്യത്തിലും നിയമങ്ങളുണ്ട്. എന്താണ് ആ നിയമം? മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, സ്ത്രീകളുടെ വിഷയത്തിൽ പ്രത്യേകിച്ചും അവരുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി. സ്ത്രീയെ സംബന്ധിച്ച് ഇസ്ലാമിക കാഴ്ചപ്പാടിൽ പുരുഷനും സ്ത്രീയും തമ്മിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അല്പം വ്യത്യാസമുണ്ട്. ഒരുപാട് പരിഹാസങ്ങളും ഒരുപാട് വിമർശനങ്ങളും വരുന്നൊരു വിഷയമാണ്. എന്തിനാ സ്ത്രീ മാത്രം ഇങ്ങനെ, തുല്യരല്ലേ, ജെൻഡർ ന്യൂട്രൽ എന്നൊക്കെ എന്തൊക്കെയോ കുറേ വാക്കുകൾ നമ്മുടെ ആളുകൾ ഉപയോഗിക്കുകയാണ്. മുഖവും മുൻകൈയും അല്ലാത്ത ഭാഗങ്ങൾ സ്ത്രീ മറച്ചിരിക്കണം അന്യപുരുഷന്മാരുടെ മുമ്പിൽ. അത് അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്, അവരുടെ സുരക്ഷിതത്തിന് വേണ്ടിയാണ്. ആ സുരക്ഷിതത്തിന് വേണ്ടി മറക്കണമെന്ന് പറഞ്ഞതിനെ എൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് പരിഹസിക്കുമ്പോൾ സംഭവിക്കുന്ന എന്താണെന്ന് അറിയാം നിങ്ങൾ? അതിൻ്റെ ആത്യന്തിക വിശകലനത്തിൽ നഷ്ടം സംഭവിക്കുന്നത് മുഴുവൻ പെണ്ണിന് മാത്രമാണ്. ആലോചിച്ച് നോക്കുക നിങ്ങൾ, എന്താ പെണ്ണ് നഗ്നത പ്രദർശിപ്പിക്കുന്നതുകൊണ്ട് കിട്ടുന്നത്? നമ്മുടെ മീഡിയകളിലൊക്കെ അത് വലിയ ആഘോഷമാണ്. സ്ത്രീ സ്വാതന്ത്ര്യമാണത്. വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തിലാണ് അതിനെ വിമർശിക്കുന്നത്. അല്ല, അത് ഈ രാജ്യത്ത് ജീവിക്കുന്ന എല്ലാ പൗരന്മാർക്കും താന്തോന്നികളായി ജീവിക്കാം. അത് അവരുടെ വ്യക്തിത്വമാണ്, ഇഷ്ടമാണ്. പക്ഷേ മതപരമായ നിയമം, അള്ളാഹുവിൻ്റെ നിയമം, സ്ത്രീകൾ
അവരുടെ മുഖവും മുൻകൈയും ഒഴികെയുള്ള ഭാഗങ്ങൾ മുസ്ലിം സ്ത്രീകൾ മറച്ചിരിക്കണം. ആ മറച്ചിരിക്കണം എന്ന് പറയുന്നിടത്ത് മാന്യതയുടെ ഒരു പ്രശ്നമാണുള്ളത്. മാന്യതയുടെ പ്രശ്നമുണ്ട്. അതില്ലാത്തത് മാന്യമല്ല എന്ന് തന്നെയാണ്. നമുക്ക് അള്ളാഹുവിൻ്റെ റസൂൽ സഹാബികളോടൊന്നിച്ച് മരുഭൂമി യാത്രയാണ്. മദീനയിലേക്ക് കടന്നു വരികയാണ്. യാത്ര കഴിഞ്ഞ് മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. മദീനയോട് തൊട്ടടുത്തിയപ്പോൾ റസൂല പറഞ്ഞു, ഇന്നക്കും ഖാദിബുന ഇലൽ നിങ്ങളുടെ വീടുകളിലേക്ക് തിരിച്ചു പോവുകയാണ്. പുരുഷന്മാരാണ് യാത്രയിലുള്ളത്. വീടുകളിലേക്ക് തിരിച്ചു ചെല്ലുകയാണ്. അങ്ങാടികളിലേക്ക് എത്തുകയാണ്. ആൾക്കാരുടെ ഇടയിലേക്ക് ചെന്ന് ചേരുകയാണ്. നാട്ടുകാരുടെ ഇടയിലേക്ക് ചെന്ന് ചേരുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വാഹനം അഥവാ അവരുടെ ഒട്ടകവും കുതിരയും കഴുതയും ഒക്കെയാണ്, അതൊക്കെ ശരിയാക്കി വെക്കുക. ഒരാളുകളുടെ ഇടയിലേക്ക് കയറി ശരിയാക്കി വൃത്തിയാക്കി വെക്കുവിൻ. രണ്ടാമത് കൊടുക്കുന്നത് ലിബാസക്ക്, നിങ്ങളുടെ വസ്ത്രം, നിങ്ങൾ അണിഞ്ഞ വസ്ത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വൃത്തിയായിട്ട് മാന്യമായിട്ട് വേണം ആ ആളുകളുടെ ഇടയിലേക്ക് കയറി ചെല്ലാൻ. ഇത് റസൂൽ ഉപയോഗിച്ചിട്ടില്ല. ഷാമത്തൻ ഫിന്നാസ്, നിങ്ങൾ കടന്നു ചെല്ലുമ്പോൾ ആ സമൂഹത്തിൻ്റെ മുമ്പിൽ ഒരു ഉയർന്ന സംസ്കാരമുള്ളവരായി നിങ്ങൾ മാറാനെന്നാണ്. ഇത് അള്ളാഹുവിൻ്റെ റസൂലാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ നാടുകളിലേക്കും വീടുകളിലേക്കും ഒരു യാത്ര കഴിഞ്ഞ് ക്ഷീണിച്ച് തളർന്ന് പൊടി പിടിച്ച് കടന്നു ചെല്ലുകയാണ്. അതൊക്കെ തട്ടിക്കൊട്ടി വൃത്തിയാക്കി മാന്യമായിട്ട് ആ ജനങ്ങളുടെ ഇടയിലേക്ക് കടന്നു ചെല്ലണം. നിങ്ങൾ ജനങ്ങൾ ഉന്നതരാകാൻ വേണ്ടി, നിലവാരം ഉയർന്നവരാകാൻ വേണ്ടി എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതൊരു സംസ്കാരമാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. ആ സംസ്കാരമാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. എല്ലാ രംഗത്തും വേഷത്തിൻ്റെ കാര്യത്തിൽ മാന്യതയും സംസ്കാരവും പഠിപ്പിച്ചിട്ടുണ്ട്. പുരുഷന്മാരോട് പറഞ്ഞു, പുരുഷന്മാർ റസൂൽ മദീന പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരുത്തൻ മുടി പാറിപ്പറന്ന് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ചീകി ഒതുക്കിയിട്ടില്ല, എണ്ണ ഇട്ടില്ല, ചീകി ഒതുക്കിയിട്ടൊന്നുമില്ല. റസൂൽ അദ്ദേഹത്തെ വിളിച്ചു, നിനക്ക് ഈ മുടി ചീകി ഒതുക്കാൻ, പാകത്തിലാക്കാൻ, യുസക്കിനുഹെന്ന ഒതുക്കിയെടുക്കാനുള്ള സൗകര്യവും സാമ്പത്തിക സൗകര്യവും അള്ളാഹു നിനക്ക് നൽകിയിട്ടില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അതെ റസൂൽ, എനിക്കതൊക്കെ കഴിയില്ല, സാമ്പത്തിക സൗകര്യം ഉണ്ടെന്നാണ്. എന്നാൽ ആ നൽകിയ അനുഗ്രഹത്തിൻ്റെ ലക്ഷണം നിന്റെ ശരീരത്തിൽ കാണണം എന്നാണ്. നിനക്ക് അള്ളാഹു നൽകിയ അനുഗ്രഹമാണ്, അത് നിന്റെ ദേഹത്ത് നോക്കിയാൽ കാണണം. ചീകി ഒതുക്കാൻ പറഞ്ഞു റസൂലുള്ളാഹ്. ചീകി ഒതുക്കി മാന്യമായിട്ട് വന്നു, വെട്ടി ചെറുതാക്കി വൃത്തിയാക്കി വന്നു. അപ്പോൾ റസൂൽ ചോദിച്ചു, ഇതല്ലേ ചെകുത്താൻ്റെ തല പോലെ ആകുന്നതിനേക്കാൾ നല്ലത്? റസൂൽ ഉപയോഗിച്ച വാക്കതാ, റസൂ ഷെയ്ത്താൻ്റെ തല. അത്ര മോശമാണ് ഷെയ്ത്താൻ്റെ തല എന്ന് പറഞ്ഞാൽ, അത്രയും മോശമാണ്. മോശമായത് ചെകുത്താനാണ് ചേർത്ത് പറയുക. അത്ര മോശമാണ് എന്ന് റസൂൽ അതിനെപ്പറ്റി പറഞ്ഞു. പുരുഷന്മാരോടാ പറഞ്ഞത്. അയാളുടെ വസ്ത്രത്തെ പറ്റി പറഞ്ഞു. അലക്കാതെ വൃത്തിയാക്കാതെ വന്നപ്പോൾ റസൂൽ പറഞ്ഞു, ഇത് വൃത്തിയാക്കി വരാനുള്ള സൗകര്യമൊക്കെ പടച്ചോ തന്നിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ റസൂൽ പറഞ്ഞു, ഇന്നല്ലാഹു യുഹിബ്ബു അൻ യറാ അസറു നിഅമതുഹു അലൈഹി, തനിക്ക് നൽകിയ അനുഗ്രഹങ്ങൾ അതിൻ്റെ ലക്ഷണം ശരീരത്തിൽ കാണണമെന്ന് പടച്ചോൻ ഇഷ്ടപ്പെടുന്നു. നല്ല വസ്ത്രം ധരിക്കാൻ കഴിവുണ്ടെങ്കിൽ അത് ധരിക്കണം എന്നാണ് റസൂൽ പഠിപ്പിക്കുന്നത്. അതൊരു മാന്യതയുടെ വേഷമാണ്. സ്ത്രീകളോട് പറഞ്ഞു ഈ കാര്യങ്ങൾ, അവരുടെ വേഷത്തിൻ്റെ കാര്യവും പറഞ്ഞു. നോക്കുക, അബൂദർദാ എന്ന് പറയുന്ന ഒരു സഹാബി, അദ്ദേഹം റിപ്പോർട്ട് ചെയ്യുന്നൊരു സംഭവമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദിഹിയത്തുൽ കൽബി എന്ന് പറയുന്ന സുന്ദരനായ ഒരു സഹാബി, അങ്ങനെ ഹദീസിൽ വന്ന സുന്ദരനായ ഒരു സഹാബി, അദ്ദേഹം റസൂലുള്ളാഹിക്ക് ഒരു വസ്ത്രം ഹദിയ നൽകി. അള്ളാഹുവിൻ്റെ റസൂൽ അത് നോക്കിയിട്ട് ഈ അബൂദർദാവിന് കൊടുത്തു. അദ്ദേഹത്തിന് നീ കൊണ്ടുപോയിക്കോ എന്നാണ്. അപ്പം അദ്ദേഹം അത് വാങ്ങിക്കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി. ഒന്ന് രണ്ട് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ റസൂൽ ഈ എവിടെ ഞാൻ തന്ന വസ്ത്രം ധരിച്ചില്ലേ എന്ന് ചോദിച്ചു. റസൂൽ അത് ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തു, അവൾക്ക് വസ്ത്രമല്ലേ എന്ന് അവൾക്ക് കൊടുത്തു. അപ്പോൾ റസൂൽ ആദ്യം പറഞ്ഞ വാക്കെന്താ പറയുക, മുരീഹ, അവളോട് നീ കൽപ്പിക്കണം അതിൻ്റെ താഴെ എന്തെങ്കിലും ധരിക്കണം എന്ന്. കാരണം നേർത്ത വസ്ത്രമാണ്, അവൾക്ക് ധരിക്കാൻ പറ്റുന്ന രൂപത്തിലല്ല ഉള്ളത്. അത് മാത്രം അവൾ ധരിച്ച് നടന്നാൽ അവളുടെ ശരീരത്തിൻ്റെ വടിവുകൾ പുറത്ത് കാണുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതുകൊണ്ട് അതിൻ്റെ താഴെ എന്തെങ്കിലും ധരിച്ചിട്ട് അത് ധരിക്കാവുന്ന അവളോട് പറഞ്ഞേക്കണം എന്ന് റസൂൽ നിർദ്ദേശം കൊടുത്തു. എന്തിനാ ഇതൊക്കെ പറയുന്നത്? മനുഷ്യ ശരീരത്തിൻ്റെ ഭംഗിയും സൗന്ദര്യവും മാന്യതയുമാണ് വസ്ത്രം.
സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ചും ശരീരവടിവുകൾ കാണാത്ത വിധം, ശരീരാകൃതി പ്രകടമാകാത്ത രൂപത്തിൽ മാന്യമായിട്ട് വേണം വസ്ത്രം ധരിക്കാൻ എന്ന് അള്ളാഹും റസൂലും ഒക്കെ വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ വിശദമായി പറയുന്നു. നമ്മുടെ നാട്ടിൽ നടക്കുന്ന ചർച്ചകൾക്കിടയിൽ ഇസ്ലാമിൻ്റെ ഈ അന്തസ്സും മാന്യതയും ഒക്കെ നമ്മൾ പഠിച്ചെടുക്കുക. ഇത് എൻ്റെ സ്വാതന്ത്ര്യമാണ് എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. നമ്മളുടെ ശരീരത്തിലെ ഒരു രോമം പോലും നമ്മളുടെ നിയന്ത്രണത്തിലല്ല, ഒരു തലമുടി പോലും നമ്മളുടെ നിയന്ത്രണത്തിലല്ല നടക്കുന്നത് കാര്യങ്ങൾ. പിന്നെ എങ്ങനെ എൻ്റെ ശരീരം മുഴുവൻ എൻ്റെ സ്വാതന്ത്ര്യമാകുന്നത്? അള്ളാഹുവിൻ്റെ നിയമങ്ങളുണ്ട് ആ വിഷയത്തിലൊക്കെ. ഇങ്ങനെയൊക്കെ ധരിക്കണം, ഇങ്ങനെ ധരിച്ചുകൂടാ എന്നൊക്കെ നിർദ്ദേശങ്ങളുണ്ട്. സ്ത്രീകളെ സംബന്ധിച്ചും പുരുഷന്മാരെ സംബന്ധിച്ചും ഒക്കെ ഉണ്ട്. ആ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കുന്നതാണ് ഇഹലോകത്ത് തന്നെയും അന്തസ്സായി ജീവിക്കാൻ നല്ലത്. പരലോക ജീവിതത്തിൽ സ്വർഗം നേടാനും അതാണ്. അല്ലാത്ത പക്ഷം നമ്മൾക്ക് ആത്യന്തികമായി ഇഹവും പരവും നഷ്ടപ്പെടും. മാന്യമല്ലാത്ത ജീവിതം കിട്ടും, പരലോകത്ത് സ്വർഗവും നഷ്ടപ്പെടും. ജാഗ്രതയും ശ്രദ്ധയും ഒക്കെ പുലർത്തുക. പടച്ചവനെ അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അള്ളാഹു സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓരോരുത്തരെയും ഓർമ്മിപ്പിക്കുകയാണ്. സ്ത്രീകളോട് വസ്ത്രം ധരിക്കുന്നതിനെ സംബന്ധിച്ച് പറഞ്ഞെടുത്ത് ഖുർആൻ കുറേയേറെ നിർദ്ദേശങ്ങൾ പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം, പ്രത്യേകിച്ച് നമ്മളുടെ കാലഘട്ടത്തിൽ വർത്തമാനകാലത്ത് പറയേണ്ട ഒരു നിർദ്ദേശം, ഫൽയദ്രിബ്ന ബിഖുമുരിഹിന്ന അലാ ജുയൂബിഹിന്ന വലാ യുബ്ദീന സീനത്തഹുന്ന ഇല്ലാ മാ ലഹറ മിൻഹാ. വളരെ ഗൗരവത്തിൽ ഖുർആൻ പറയുന്നൊരു വാക്കാണ്. സ്ത്രീകൾ വസ്ത്രം ധരിച്ചാൽ അവരുടെ ശിരോവസ്ത്രം അഥവാ തലയിൽ അണിയുന്ന മുഖമക്കന, ആ ശിരോവസ്ത്രം മറയുന്ന വിധത്തിൽ താഴ്ത്തിയിടണമെന്ന് ഖുർആൻ പറയുന്നു. സ്ത്രീകൾക്ക് മാത്രമായിട്ടുള്ളൊരു നിർദ്ദേശം. തലയിൽ അണിയുന്ന വസ്ത്രം അത് താഴ്ത്തിയിട്ടാൽ മാറിൻ്റെ ഭാഗങ്ങൾ മറയണം എന്നാണ് ഖുർആൻ്റെ നിർദ്ദേശം. അത് നമ്മുടെ സമൂഹത്തിൽ വെച്ച് നോക്കിയാൽ മുമ്പ് കാലത്തേക്ക് അത് സ്വീകരിച്ചിരുന്നു. ഇതര സമുദായങ്ങളുമൊക്കെ എന്തെങ്കിലുമൊക്കെ മാറിലൂടെ വസ്ത്രം ഇട്ട് മറക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. മുസ്ലിം സ്ത്രീകൾ അത് നല്ലപോലെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പോഴുള്ളൊരു പരിഷ്കാരത്തിൻ്റെ ഭാഗമായി, ഈ ന്യൂജനാണ് ഇതിൻ്റെയൊക്കെ ഒരു പ്രശ്നങ്ങൾ, പരിഷ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാ ആളുകളും സ്ത്രീകളും അത് ഒഴിവാക്കിയിരിക്കുന്നു. തലമറക്കുന്ന മുസ്ലിം സ്ത്രീകൾ തന്നെയും അത് കഴുത്തിൻ്റെ താഴോട്ട് വരാത്ത വിധം ചുറ്റിക്കെട്ടി ഒതുക്കുന്ന, ചുമല്ല കഴുത്തിലോട്ട് ഒതുക്കുന്ന ഭാഗമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗുരുതരമാണ് പ്രശ്നം, വളരെ ഗൗരവമാണ്. ഖുർആനും ഹദീസ് പറയുന്ന ആ വിഷയം, തലയിലിടുന്ന ഭാഗം മറയുന്ന വിധത്തിൽ താഴേക്ക് താഴ്ത്തിയിടണമെന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. ഒരു തർക്കമില്ലാത്ത വിഷയമാണ്. മറക്കണമെന്ന് തന്നെയാണ്. ഒരു കുപ്പായം ഇട്ട് മറക്കുന്നതിനെ കുറിച്ചല്ല ഈ പറയുന്നത്. കുപ്പായം ഇടുന്നതിന് പുറമെ തലയിലിടുന്നത് മാറിലേക്ക് ചായ്ഞ്ഞു കിടക്കുന്ന രീതിയിൽ, ഞാണ് കിടക്കുന്ന രീതിയിൽ, താഴ്ന്നു കിടക്കുന്ന രീതിയിൽ വിശാലമായി നിൽക്കണം. ശരീരത്തിൻ്റെ ആ ഭാഗങ്ങൾ ഒട്ടും പ്രദർശിപ്പിക്കപ്പെടാൻ പാടില്ല എന്ന് തന്നെയാണ് ഖുർആൻ പറയുന്നത്. അതാണ് പരിഷ്കാരം എന്നാണ് ഇന്നിപ്പോൾ ആളുകൾ പറയുന്നത്. അതൊക്കെ പ്രകടിപ്പിച്ച് നടക്കുന്നതാണ് പരിഷ്കാരം എന്നാണ് പറയുന്നത്. നിങ്ങൾക്കറിയാം, നമ്മുടെ കേരളത്തിൻ്റെ ഒരു ചരിത്രം സാധാരണ സ്കൂളിലൊക്കെ നമ്മൾ പഠിക്കാറുണ്ട്. മറക്കാൻ അവകാശത്തിന് വേണ്ടി സമരം നടത്തിയത് ഒരു ധീരവീര ചരിത്രമായിട്ട് നമ്മളൊക്കെ പഠിപ്പിക്കപ്പെടാറുണ്ട്. ചില ജാതിക്കാർക്കൊന്നും ഈ നാട്ടിൽ മറക്കാൻ അവകാശമില്ലായിരുന്നു.
അതിനു വേണ്ടി പോരാടിയത് വലിയ സമരമായിട്ട് നമ്മൾ പറയാറുണ്ട്. അതിലപ്പുറമുള്ള ചില സംഗതികൾ നടന്നിരുന്നു. അതിനൊക്കെ പോരാടി മാറ്റിയിട്ടാണ് ചില സമുദായങ്ങളൊക്കെ നമ്മളെ ആളുകൾ മോചിപ്പിച്ചു കൊണ്ടുവന്ന് മാറുമറക്കാനും വസ്ത്രം ധരിക്കാനും ഒക്കെ അവകാശം വാങ്ങിക്കൊടുത്തു. മുസ്ലിം സമൂഹമൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു, മറ്റുള്ളവർക്ക് അത് നേടിക്കൊടുത്തതാണ്. ആ അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് അതൊരു അഭിമാന ചരിത്രമായി പറയുന്നിടത്ത് മാറിയിട്ട് മറക്കെ തുറന്നിട്ട് നടക്കുന്നതാണ് പെണ്ണിന് അഭിമാനം എന്ന് പറയുന്നിടത്തേക്ക് പോകുമ്പോൾ കാലം എത്ര മാറി എന്നാലോചിച്ച് നോക്കുക. മനുഷ്യൻ്റെ മനസ്ഥിതിയും ചിന്തയ്ക്ക് അങ്ങോട്ടാണ് പോകുന്നത്. ഖുർആൻ പറയുന്നത് അതൊക്കെ മറക്കണമെന്ന് തന്നെയാണ്. അതാണ് അതിൻ്റെ ഏറ്റവും ശരിയായ രീതിയും അഭിമാനത്തിൻ്റെ ലക്ഷണം അതാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടൊരു ഭാഗം ഈ ലജ്ജാശീലം എന്ന് പറയുന്ന ആ ശീലം ജീവിതത്തിൽ പുരുഷനും സ്ത്രീക്കും നഷ്ടപ്പെടാൻ പാടില്ല. ലജ്ജാശീലം നഷ്ടപ്പെടാനേ പാടില്ല. അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഇതിലൊന്നും ഒരു പുതുമയും പ്രശ്നവും ആർക്കും ഉണ്ടാവില്ല. എല്ലാവരും താന്തോന്നികളായി വേഷമണിയും കോലം കെട്ടും എന്തുമായി നടക്കും. അതിനൊക്കെ വലിയ പ്രചാരം, മീഡിയ കവറേജുകളൊക്കെ വലുതായിട്ട് കിട്ടുകയും ചെയ്യും. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞത് ഈ ഹയാ, ലജ്ജ, അൽ ഈമാനു വൽ ഹയാഉ ഖുറനാഉ ജമിഅ ഇദാ റുഫിഅ അഹദുഹുമാ റുഫിഅ അൽ ആഖർ. വിശ്വാസവും ഈമാനും ഹയാ, ലജ്ജാശീലവും ഒന്നിച്ച് സംഭവിക്കുന്ന കാര്യമാണ്. ഈമാൻ ഉണ്ടെങ്കിൽ ലജ്ജയും ഉണ്ടാവും. രണ്ടും ഒന്നിച്ചുണ്ടാകുന്ന കാര്യമാണ്. ഇദാ റുഫിഅ അഹദുഹുമാ, അതിലേതെങ്കിലും ഒന്ന് ഇല്ലാതായി കഴിഞ്ഞാൽ റുഫിഅ അൽ ആഖർ, മറ്റൊന്നും ഇല്ലാതെയാവുന്ന. ഈമാൻ ഇല്ലാതായി കഴിഞ്ഞാൽ ലജ്ജ ഉണ്ടാവില്ല, ലജ്ജ ഇല്ലെങ്കിൽ ഈമാനും ഇല്ലാതെയാവുമെന്നാണ്. രണ്ടും ഒന്നിച്ചുണ്ടാകുന്നതാണ് എന്ന് റസൂല് പറഞ്ഞു. ലജ്ജാശീലത്തെ സംബന്ധിച്ച് നമ്മുടെ ആളുകളുടെ ഇപ്പോഴത്തെ ഒരു വിലയിരുത്തൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? വളരെ മോശമായൊരു സംഗതിയാണ്. ഈ നാണം കുടുങ്ങി നിൽക്കുക അല്ലെങ്കിൽ ലജ്ജയോട് കൂടി നിൽക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമാണ്. സ്ഥലകാല ബോധമില്ലാതെ എന്തിലും ഇടപെടുന്ന, ഒരു ലജ്ജയുമില്ലാത്ത, ഒരു ഉളുപ്പമില്ലാത്ത വിധത്തിൽ പെരുമാറുന്നവർ അതൊരു വളർന്ന സംസ്കാരമായിട്ട് കാണുന്നു ആളുകൾ. പക്ഷെ ഇസ്ലാം പറയുന്നത് അങ്ങനെയല്ല. ഒരു മാന്യതയുടെ ലക്ഷണമാണ് ലജ്ജാശീലം. ലജ്ജയുള്ളവന് തെറ്റ് ചെയ്യാതിരിക്കാൻ കഴിയും, തെറ്റുകളെടുക്കൽ മാറി നിൽക്കാൻ കഴിയും ലജ്ജാശീലമുള്ളവന്. അതങ്ങോട്ട് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ മനുഷ്യൻ ആ സ്വഭാവം, ലജ്ജ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യുന്നതിന് ഒരു മടിയുണ്ടല്ലോ. റസൂൽ എന്നെ പറഞ്ഞ വാക്ക് ഇദാലം തസ്തഹി ഫസ്നഉ മാ ശിത്. നിനക്ക് നാണമില്ലെങ്കിൽ തോന്നിയത് ചെയ്തോളൂ എന്നാണ് റസൂൽ പറഞ്ഞത്. അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത് നിനക്ക് നാണമില്ലെങ്കിൽ തോന്നിയത് ചെയ്തോളൂ എന്നാണ്. അതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ആ നാണവും ലജ്ജയും ഒക്കെ നിലനിർത്തുന്നതാണ് നല്ല സംസ്കാരം. അത് തിന്മകളിൽ നിന്ന് മനുഷ്യനെ അകറ്റി നിർത്തും. വേഷവിധാനത്തിലും പൊതുവെയുള്ള കാര്യങ്ങളിലുമൊക്കെ ഒരു നല്ല സംസ്കാരമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. മാന്യത മനുഷ്യൻ്റെ ജീവിതത്തിൽ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ പാഠങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ഏത് സമൂഹമായിരുന്നാലും ഇസ്ലാമിൻ്റെ ആ സംസ്കാരങ്ങൾ നിലയുറപ്പിച്ചുകൊണ്ട് തന്നെ പോകാൻ നമ്മൾ ശ്രമിക്കുക. അതിൽ വീഴ്ച വരാതിരിക്കാൻ നല്ലപോലെ ജാഗ്രതയും ശ്രദ്ധയും പുലർത്തുക. സർവശക്തനായ അള്ളാഹു അവൻ്റെ നീണ്ട നിയമങ്ങളൊക്കെ പാലിച്ച് ജീവിക്കാൻ നമ്മൾക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ വന്നു പോകുന്ന തെറ്റുകുറ്റങ്ങൾ, വീഴ്ചകളും പോരായ്മകളൊക്കെ പടച്ചവനെ നിൻ്റെ അങ്ങേയറ്റത്തെ ഔദാര്യം കൊണ്ട് നീ ഞങ്ങൾക്ക് പുറത്ത് മാപ്പാക്കി തരുമാറാവണേ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിൽ ഹജാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാം